സലാമിനെ എനിക്ക് ഒരുപാട് വർഷം മുമ്പേ അറിയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ സലാമിനെ എന്ന് പരിചയപ്പെട്ടു എന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ചോട്ടാ മുമ്പേ നടക്കുമ്പോഴും സലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഉസ്താദ് റോഡിൽ നടക്കുമ്പോഴെല്ലാം അൻവറിന്റെ കൂടെ എന്നും സലാമിനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അതിനുശേഷം എപ്പോഴും എന്നെ കാണാൻ വരികയായിരുന്നു. എന്നോട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അപ്പൊ കുറെ കാലമായി ഇസ്ലാമിക്കിന് ഓരോരോ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നു. ചിലപ്പോൾ അത് നീണ്ടു പോകുന്നു. ആദ്യം ദുൽഖറിനെ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. അത് ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല. അങ്ങനെ എപ്പോഴാണ് സലാം ആദ്യം ഒരു സിനിമ ചെയ്യുന്നതെന്ന് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഉടുമ്പൻചോല വിഷൻ എന്ന് പറയുന്ന സിനിമയുടെ സബ്ജക്റ്റ് ഒരിക്കൽ വന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചത് ഒരു വളരെ ചെറിയ സിനിമയാണ്, ഒരു ഇടുക്കി ഭാഗത്ത് നടക്കുന്ന ഒരു ചെറിയ കഥ, ആ രീതിയിലാണ് അത് എടുക്കുമെന്ന് വിചാരിച്ചത്. പക്ഷെ ഓരോ ദിവസവും അതിന്റെ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോഴാണ് ഇതൊരു വലിയൊരു സിനിമയായിട്ട് ഞാൻ അതിനകത്ത് മൂസ ഹാജി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്റെ വീടായിട്ട് കാണിക്കുന്ന ഒരു പാലസ് പോലത്തെ ഒരു വീടാണ്. അങ്ങനെ എന്ത് കാര്യം വളരെ ഒരു സ്പെക്ടാക്കുലർ ലൈനിലാണ് സലാം അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ ജോഡി നമ്പർ 1 എന്ന് പറയുന്ന ആ സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലേ മെറിഡിയൻ ഹോട്ടലിൽ വന്നു. അവിടെ അതിന്റെ ഒരു സെറ്റൊക്കെ കണ്ടാൽ ശരിക്കും ഞാൻ അന്തം വിട്ടു പോലും. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്നാ പാട്ട് ആ ഷൂട്ട് ചെയ്ത സോങ് ഇവിടെ കാണിക്കുമെന്നാണ്. പക്ഷേ ലിറിക്കൽ വീഡിയോ മാത്രമേ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളൂ. ആ സോങ് അതിഗംഭീരമായി വന്നിട്ടുള്ളൊരു സോങ്ങാണ്. അതുപോലെ തന്നെ ഈ സിനിമയും സലാം ഒരു ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന ഒരാളാണ് സലാം. നമുക്ക് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കാണുമ്പോൾ തോന്നില്ല, കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. എന്ത് കാര്യവും അത് സലാം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എടുത്ത്. ഇപ്പൊ എന്നോടൊക്കെ സലാമിന് എന്തെങ്കിലും അത് പറയാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ എടുക്കണോ ഒക്കെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്തും നമ്മളെ കൊണ്ടത് പറഞ്ഞ് ചെയ്യിച്ചിരിക്കും. സലാമിന് വേണ്ടത് സലാമിന്റെ അടുത്ത് ആ രീതിയിൽ തന്നെയാണ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു വൻ വിജയമായി തീരട്ടെ. ഇസ്ലാമിന്റെ ആദ്യ സംരംഭം ഒരു വിജയമാകട്ടെ എന്ന് ഞാൻ എനിക്ക് ഇസ്ലാമിനോടുള്ള വ്യക്തിപരമായ അടുപ്പം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾ സ്വീകരിച്ചൊരു വൻ സിനിമയായിട്ട് വരട്ടെ, ഇതൊരു വൻ വിജയമാകട്ടെ എന്നുള്ള എന്റെ പ്രാർത്ഥനയാണ്. വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. സലാം ആയിട്ടുള്ള ബന്ധം ഒരുപാട് വർഷങ്ങളോളമാണ്. കാരണം ഞങ്ങളൊക്കെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ തുടങ്ങിയിട്ടുള്ളൊരു അടുപ്പമാണ്. അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുന്നതും അതിന്റെ വിജയവും വളരെ സ്നേഹത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം വിളിച്ചതും സലാമിന്റെ ഈ ഫംഗ്ഷനിൽ വരാൻ പറ്റിയതും. ഓൾ ദ വെരി ബെസ്റ്റ് ടു പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും, മാത്യു, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, സിദ്ദിഖ നമസ്കാരം, എല്ലാവർക്കും നല്ല ആശംസകൾ. താങ്ക് യു.